ജനകീയ സമരം ഫലം കണ്ടു. വേട്ടാഞ്ചിറ അറുകാഞ്ഞിരം റോഡിൽ 10 ടണ്ണിന് മുകളിൽ ഭാരവുമായി ഇനി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം ആയത്. പാറക്കുറി ഉടമകളും കണ്ണമ്പാറ നിവാസികളും സംരക്ഷണ സമിതി നേതാക്കളും ചർച്ചകളിൽ പങ്കെടുത്തു. ജനകീയ സമരത്തിന് മുന്നിൽ മറ്റൊരു സംവിധാനത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കണ്ണമ്പാറ നിവാസികളുടെ ഈ വിജയം. കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് വൈകുന്നേരം കണ്ണമ്പാറ പാറക്കോറിക്ക് തൊട്ടടുത്തായി ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ 10 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യരുത് എന്ന ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഈ ബോർഡ് മുഖവിലക്കെടുക്കാതെ പിറ്റേ ദിവസം രാവിലെ മുതൽ പാറക്കോറിയിൽ നിന്നുള്ള 10 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുകയും നാട്ടുകാർ സംഘടിച്ച് ഈ വാഹനങ്ങൾ തടയുകയും ചെയ്തു. പിന്നീട് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി പാറക്കോറി ഉടമകളെയും വാർഡ് മെമ്പർമാരെയും സമരസമിതി നേതാക്കന്മാരെയും ഇന്ന് രാവിലെ 10 മണിക്ക് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചായിരുന്നു ചർച്ചകൾ നടത്തിയത്. ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ധാരണയിൽ അറുകാഞ്ഞിരം മുതൽ വേട്ടാഞ്ചിറ വരെ 10 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നാട്ടുകാരോട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വാഹനത്തിൻ്റെ വിവരങ്ങൾ കൈമാറണമെന്ന് ചടയമംഗലം പോലീസ് സമരസമിതി നേതാക്കളോടും നാട്ടുകാരോടും ആവശ്യപ്പെട്ടു. ഈ ജനകീയ സമരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആയുർ ന്യൂസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.